റിപ്പോർട്ടർ ബ്രേക്കിംഗ്. പൊന്നാനി ഫാത്തിമ കൊലപാതകത്തിൽ പ്രതി മുഹമ്മദ് പോലീസിന് നൽകിയ മൊഴിയുടെ വിശദാംശങ്ങൾ പുറത്ത്. കൊലപാതക ശേഷം 3/4 മണിക്കൂറാണ് മുഹമ്മദ് കുഞ്ഞുമായി മൃതദേഹത്തിനടുത്തിരുന്നത്. മൃതദേഹത്തിനരികിൽ കുറുക്കന്മാർ എത്തിയപ്പോൾ കുഴിയെടുത്ത് മൃതദേഹം അതിലിട്ടു. പുലർച്ചെ 3 മണിയോടെ ഫ്ളാറ്റിലെത്തിയ മുഹമ്മദ് കുഞ്ഞിനെ ഉമ്മയെ ഏൽപ്പിച്ചു. ഫാത്തിമ എവിടെയെന്ന് ചോദിച്ചപ്പോൾ സ്വന്തം വീട്ടിലേക്ക് പോയെന്നാണ് മറുപടി നൽകിയത്. ഫാത്തിമയ്ക്ക് മറ്റു ബന്ധങ്ങളുണ്ടോ എന്ന സംശയമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. സോണൽ കൃഷ്ണയുടെ വിശദാംശങ്ങൾ നൽകാൻ. സോണൽ, സംശയമാണ് ഈ ക്രൂരതയിലേക്ക് എത്തിച്ചത്. എന്താണ് ഈ മൊഴിയുടെ വിശദാംശങ്ങൾ? ശ്രുതി, പ്രധാനമായി പറയുന്നത് കഴിഞ്ഞ ദിവസം രാവിലെ 8 മണിയോട് കൂടിയിട്ടാണ് ഈ ഫാത്തിമ മരിച്ചു കിടക്കുന്നത് ആ പരിസര പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികൾ കാണുന്നത്. പക്ഷേ ഏറെ ദുരൂഹത ഉണ്ടാക്കുന്ന സംഭവമായിരുന്നു. പിന്നീടാണ് ഇതാരാണെന്ന് തിരിച്ചറിയുകയും ഫാത്തിമയാണെന്ന് കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായത്. തുടർന്ന് തന്നെ ഫാത്തിമയുടെ ഭർത്താവിനെ കാണാനില്ല എന്ന വാർത്തയാണ് നമ്മളെ തേടിയെത്തിയത്. അങ്ങനെ പോലീസ് ഏറ്റവും അവസാനം അതായത് മുഹമ്മദ് എന്ന് പറയുന്ന ഫാത്തിമയുടെ ഭർത്താവിനെ ആത്മഹത്യാ ശ്രമത്തിനിടെ അനുനയിപ്പിച്ച് പിടികൂടുകയായിരുന്നു. അങ്ങനെയാണ് എന്താണ് സംഭവിച്ചത് എന്നുള്ള വിവരമെല്ലാം തന്നെ ഈ മുഹമ്മദ് തുറന്നു പറയുന്നത്. അതായത് ഈ മരണപ്പെടുന്നതിന് തൊട്ട് തലേ ദിവസം രാത്രി ഈ ഫാത്തിമയെയും കൂട്ടി നൗഫലെ ആ കുട്ടിയെയും കൂട്ടി കർമാറോഡ്, ഈ പൊന്നാനി പ്രദേശത്തിന് തൊട്ടടുത്തുള്ള ഒരു ടൂറിസം പ്ലേസ് ആണ്. അവിടെ എല്ലാം തന്നെ രാത്രി കറങ്ങുന്നുണ്ട്. അങ്ങനെ കറങ്ങി ഏറ്റവും അവസാനമാണ് ഈ ഡെഡ് ബോഡി, അതായത് മൃതദേഹം കണ്ടെത്തിയ ഭാഗത്തേക്ക്, ഹാർബറിന് പരിസരത്തേക്ക് ഇരുവരും എത്തുന്നത്. ഏകദേശം 12 മണിക്ക് ശേഷമാണ് അവിടെ എത്തുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെ ഇരുവരും അവിടെ കിടക്കുന്ന സാഹചര്യം ഉണ്ടായി. അതിനിടയിലാണ് ഫാത്തിമയുടെ ഭാഗത്ത് നിന്ന് മുഹമ്മദിന് പ്രിയമല്ലാത്ത ചില വാക്കുകൾ പ്രയോഗിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അങ്ങനെയാണ് കഴുത്തിലുണ്ടായിരുന്ന ഷാൾ ഉപയോഗിച്ച് ഫാത്തിമയെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുന്നത്. അങ്ങനെ ഫാത്തിമ മരിച്ചു കഴിഞ്ഞതിന് ശേഷം ആ 4 മാസം പ്രായമായ കുഞ്ഞിനൊപ്പം അവിടെ ഏകദേശം 3/4 മണിക്കൂറോളം ഇരിക്കുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ കുഞ്ഞ് കരഞ്ഞതിൽ പിന്നെയാണ് കുഞ്ഞിനെ തൻ്റെ ഫ്ലാറ്റിലേക്ക് ആക്കാൻ വേണ്ടി അവിടെ നിന്ന് പോകുന്നത്. പക്ഷേ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് കുറുക്കന്മാരെത്തി ഈ മൃതദേഹം കടിച്ചു വലിക്കുന്നതാണ്. ഉടൻ തന്നെ ആ കുഞ്ഞിനെയും കൊണ്ട് ഈ മൃതദേഹത്തിനടുത്തെത്തി കൈകൊണ്ട് മണ്ണ് മാന്തി മാറ്റി അവിടെ ഒരു കുഴിയെടുത്ത് അതിൽ ഈ ഫാത്തിമയെ മൂടിക്കൊണ്ടാണ് പിന്നീട് ഫ്ലാറ്റിലേക്ക് പോകുന്നത്. ഫ്ലാറ്റിലെത്തിയ സമയത്ത് ഏകദേശം പുലർച്ചെ 3 മണി ആയിട്ടുണ്ട്. ആ സമയത്ത് ഉമ്മ ചോദിക്കുന്നുണ്ട് എവിടെ ഫാത്തിമ എവിടെയെന്ന്. അപ്പോൾ മുഹമ്മദ് പറഞ്ഞ മറുപടി ഫാത്തിമ തൻ്റെ വീട്ടിലേക്ക്, അതായത് ഫാത്തിമയുടെ വീട്ടിലേക്ക് പോയതാണ് എന്നാണ്. അതിനുശേഷം ഇയാൾ കോഴിക്കോടേക്ക് എത്തുന്നു. കോഴിക്കോട് നിന്ന് ഏകദേശം ഉച്ചയോടെയാണ് ഈ പരപ്പനങ്ങാടി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുന്നത്. അങ്ങനെ ആത്മഹത്യാ ശ്രമത്തിന് തൊട്ട് മുൻപ് വീട്ടിലേക്ക് വിളിക്കുന്നു. താനും മരിക്കാൻ പോവുകയാണെന്ന് വീട്ടുകാരെ അറിയിക്കുന്നു. ആ സമയത്താണ് ഡിവൈഎസ്പിയുടെ കൃത്യമായ ഇടപെടൽ. അങ്ങനെ ഫോൺ മുഖേന ഈ മുഹമ്മദിനെ വിളിച്ച് അനുനയിപ്പിക്കുന്ന ശ്രമം നടത്തി. അതേസമയം തന്നെ പരപ്പനങ്ങാടി പോലീസ് എത്തി മുഹമ്മദിനെ പിടികൂടുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് സംശയമാണ് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ പോലീസ് കണ്ടെത്തിയിട്ടുള്ള വിവരം. ശ്രുതി, ശരി. സോണൽ കൃഷ്ണയാണ് വിശദാംശങ്ങൾ നൽകിയത്.